രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യതയില്ല എന്ന് സൂചന. രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. രാജി ആവശ്യമില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. സ്ത്രീകൾക്കെതിരായി, ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്. ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. രാജി ആവശ്യപ്പെടാൻ CPIM-ന് എന്ത് ധാർമ്മികതയാണെന്ന് ഷാഫി പറമ്പിലും. ഒളിച്ചോടിയിട്ടില്ലെന്നും ഷാഫി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും വ്യാപക പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്തിനായി പോരാട്ടം. നിലപാട് കടുപ്പിച്ച് അബിൻ വർക്കി. നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്ന് ഭീഷണി. KM അഭിജിത്തിനായി കത്ത് നൽകി MP-മാർ. ധർമ്മസ്ഥല കൊലപാതക ആരോപണ വെളിപ്പെടുത്തലിൽ വഴിത്തിരിവ്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി അറസ്റ്റിലായി. ആരോപണങ്ങൾ വ്യാജമെന്ന് അന്വേഷണ സംഘം. മകളെ കാണാതായി എന്ന പരാതിയിൽ മലക്കം മറിഞ്ഞ സുജാത ഭട്ട്. കാസർഗോഡ് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളും കുറ്റക്കാർ. വിധി ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയുടേത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. പാലക്കാട് മുതലമടയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 54-കാരനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ ഫാം സ്റ്റേ ഉടമ അറസ്റ്റിൽ. പിടിയിലായത് മുതലമട സ്വദേശി രംഗനായകി. രംഗനായകിയുടെ മകൻ പ്രഭവിനായി തെരച്ചിൽ. കാണാതായത് തിരുനാവുക്ക് സ്വദേശി അരസിനെ. ലയണൽ മെസ്സിയുടെ ടീം കേരളത്തിലേക്ക്. മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് സ്ഥിരീകരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. നവംബറിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. എതിരാളികളെ തീരുമാനിച്ചിട്ടില്ല എന്ന് അസോസിയേഷൻ. മെസ്സിയുടെ വരവ് സ്ഥിരീകരിച്ച് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ പോലീസ്. TN പ്രതാപന്റെ പരാതിയിലാണ് അന്വേഷണം. അന്വേഷണത്തിൽ നിയമോപദേശം കാത്ത് പോലീസ്.